പൈസ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കണം. ഇതുപോലെ തലതിരിഞ്ഞ ഒരു സമീപനം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഫെഡറൽ സങ്കല്പത്തിന് തന്നെ ഏറ്റവും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി വയനാട് വന്ന് അവിടുത്തെ ദുരിതം, അവിടുത്തെ ദയനീയമായ അവസ്ഥ നേരിട്ട് കണ്ടതാണ്. വയനാട് ദുരന്തത്തിന് ശേഷം നിർഭാഗ്യകരമായ പല ദുരന്തങ്ങളുമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക പരിഗണന കൊടുത്തു. പക്ഷെ വയനാടിനോടും കേരളത്തോടും കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഈ സമീപനത്തിന് യാതൊരു ന്യായീകരണവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ട വളരെ തെറ്റായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. ജനങ്ങളാകെ ഒറ്റക്കെട്ടായി. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പണം അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വിചിത്രമായൊരു വാദം വല്ലതും ഉണ്ടോ? കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ, ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നില്ല, ശരിയായ രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. അവർ സമചിത്തതയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ അനീതിയെ ശക്തമായി ചെറുത്തേ മതിയാവൂ, ഒറ്റക്കെട്ടായി ചെറുത്തേ മതിയാവൂ.